ആ സൈതാലി വാ ഇരിക്കേ. സലാം. സലാം. മലപ്പുറത്ത് ഇരിക്കപ്പുറത്ത് കിട്ടാണ്ട് ഓടിപ്പോകുന്നതാവും. വേണ്ട ദിവാര, ഈ മലപ്പുറത്തേക്ക് കലക്കവെള്ളം എന്താ വേണ്ട, അവിടത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ഇവിടെ കണ്ണൂർ ഇരിക്കപ്പുറത്ത് കിട്ടാനുള്ള വല്ല വഴിയുണ്ടോ നോക്ക്. ഇതിപ്പോ ഇങ്ങനെ പോവാച്ചാല് മലപ്പുറവും കടപ്പുറവും ഒക്കെ പ്രശ്നമാവും സൈതാലിയെ. തിരുവനന്തപുരത്ത് ലോകാവസാനം വരെ ചെങ്കൊടി മാറൊന്നില്ലല്ലോ, കാറ്റ് മാറി വീശും. അല്ല ഇനിയിപ്പോ ആചാര്യർക്ക് കണ്ണൂര് പൊറുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മലപ്പുറത്തേക്ക് പോരി, അവിടെ ലോകാവസാനം വരെ പച്ചക്കൊടി മാറാനുള്ള വഴിയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സൈതാലിയെ, മലപ്പുറത്ത് വന്ന് കുടിയും വെച്ച് കൂടിയാത്തിയിരുന്ന പ്രശ്നം നല്ല എന്റേത്. ഈ തിങ്കൾ വന്ന് കയറിയതിന്റെ ശേഷം നമ്മളെ ബിസിനസിന്റെ കാര്യം ആകെ പോക്കാം. ഇനി ഒരു അളക്കല്ലാണ്ട് ഓലാടത്തന്നെ കുത്തിരിക്കുക വെച്ചാല് നമ്മൾ പിന്നെ വെട്ടിയും പൂട്ടി പോകേണ്ടി വരും. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തുടങ്ങണം പണി. കണ്ണൂരിലെ സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ, തെരഞ്ഞെടുപ്പുകൾ ഓരോന്നായി വരാൻ പോവുക. നമ്മൾ ശക്തി തെളിയിക്കണം. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു കളി കളിക്കണം. എന്ത് തന്ത്രം ഉപയോഗിച്ചും അത് പിടിച്ചെടുക്കണം. എന്താ? ഫസ്റ്റ് കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാൻ, കണ്ണൂരിലെ ഇരുതല മൂർച്ചയുള്ള കോടാലിയും കൂടി തലപുണ്ണാക്കി കണ്ടുപിടിച്ച കാര്യം കൊള്ളാം. ഇതെന്താന്ന് വൈറ്റ് ഹൗസിലേക്കുള്ള തെരഞ്ഞെടുപ്പോ, ഒരു ഉണക്കമീന്റെ തെരഞ്ഞെടുപ്പ്? നിങ്ങൾക്ക് അതല്ലാണ്ട് വേറെ ഒരു ഐഡിയയും കിട്ടില്ലേ? എനിക്ക് സത്യത്തിൽ താല്പര്യം ഇത്തരം തന്ത്രങ്ങളൊന്നുമല്ല. ബീഹാറിലൊക്കെ ചെയ്യും പോലെ 4 യന്ത്രത്തോക്കുമായി ഇറങ്ങിയിട്ട് കുത്തടാ നമ്മുടെ ചിഹ്നത്തിൽ മറന്ന് കുത്തിച്ച് പെട്ടിലടിക്കണം. അതൊന്നും ദിവാരൻ അറിയാനിട്ടല്ല. വേണ്ടി വന്നാൽ ദിവാരൻ അങ്ങനെയും ചെയ്യും. ദിവാകരാജ്യൊന്ന് കുത്തിരിക്കും മോനെ. അതിന് നമ്മളിപ്പോ ബീഹാറിലൊന്നല്ലല്ലോ, കണ്ണൂരിൽ തന്നെയല്ലേ. ദിവാരം പറഞ്ഞാലും കാര്യമുണ്ട്. ഇതിപ്പോ കുട്ടികൾ കളിക്കുന്ന മാതിരിയായില്ലേ? 5 കൊല്ലം എമ്പള് ഭരിക്കുക, പിന്നെ 5 കൊല്ലം ഓര് ഭരിക്കുക, പിന്നെ കുറച്ചാൽ എമ്പള് ഭരിക്കുക, പിന്നെ ഓല് ഭരിക്കുക. ഇതെന്താ ഇത്? അല്ല കാലാകാലം മുമ്പൊക്കെ തന്നെ ഭരിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ദിവാകര, വിഷയത്തിലേക്ക് വാ. മത്സ്യഫെഡിന്റെ ആ പ്രോജക്ട് ഓഫീസറല്ലേ ആനി റൊസാരിയോ, അവള് കുറച്ച് കുഴപ്പക്കാരിയാ. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസറായി വരാനുള്ളവരൊക്കെ നമ്മുടെ ആളുകൾ തന്നെയാ. അപ്പൊ കളി എളുപ്പമായല്ലേ ദിവാര? അല്ല ഹാജിയാരെ, നിങ്ങളുടെ ആ പ്രസ്സൊക്കെ എങ്ങനെ പോകുന്നു? പ്രസ്സൊക്കെ ഉസാറായിട്ട് തന്നെ പോകുന്നുണ്ട് മാഷേ. ഭരണം നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ച് ആയിരൊന്നൊരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ആ പ്രസ് കൊണ്ട് ചില പണികളുണ്ട്. ഹാജിയാരൊരു കാര്യം ചെയ്യും, പ്രസ്സിലെ ജോലിക്കാർക്ക് കുറച്ച് ദിവസത്തേക്ക് അവധി കൊടുക്കും. പകരം നമ്മുടെ പിള്ളേര് 2 ദിവസം അവിടെ ജോലി ചെയ്യണം. കള്ളനോട്ടൊക്കെ ഇവിടെ എന്തിനടിക്കുന്നു മരക്കാരെ? 500ന്റെ ഗാന്ധിക്കെട്ട് അച്ചടിച്ചത് നിങ്ങൾക്ക് 2 ആൾക്കും കപ്പലിൽ വരുന്നെന്നാണ് കേട്ടത്. ദിവാര, ഈ ഒരുമാതിരി അല്ല കാര്യമായിട്ട് ചോദിക്കുക, കള്ളനോട്ട് അടിക്കാൻ തന്നെയാ? അല്ല, കള്ളനോട്ടിനേക്കാൾ വില കൂടിയ ഒന്ന് ബാലറ്റ് പേപ്പർ. PR ആണ്, പറയൂ. സഖാവേ, കൗണ്ടിങ്ങിൽ അവർക്കാ ലീഡ്. പിന്നെ പുതിയൊരു വിവരം കിട്ടി, അവർ ശരിക്കും കളിച്ചിരിക്കുക. ആ മലക്കാർ ഹാജിയുടെ പ്രസില് രഹസ്യമായിട്ട് ബാലറ്റ് അടിച്ച് പുറത്തു പോയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഒന്നും ആലോചിക്കണ്ട, നമ്മൾ തോക്കാൻ പാടില്ല, അവര് ജയിക്കാനും. ആ ശിവൻകുട്ടിയോടെ? ശിവൻകുട്ടി കരിവള്ളൂർ വീട്ടിൽ പോയിരിക്കുക. എങ്കിൽ റഹീമിനെ വിളിക്കേ. ഒരൊറ്റ സഖാക്കന്മാരെ ഞാൻ വെറുതെ വിടില്ല. രാജപ്പനെ തോപ്പിക്കാൻ ഇവിടെ ഒരു സഖാവും വളർന്നിട്ടില്ല. കൊത്തി നുറുക്കണമായിരുന്നു അവന്മാരെ. അതിനൊരുത്തനും കഴിഞ്ഞില്ല അല്ലേ? പക്ഷേ അതിന് ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾ ഉണ്ട് ഇവിടെ.
റഹീംകുട്ടി മോനെ, എന്റെ മോൻ പോയ പിന്നെ എനിക്ക് ആരാ മക്കളെ ഉള്ളത്? ഒന്നും വരില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാനല്ലേ പറയണേ. റഹീം, നീ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ പിന്നെ നമ്മുടെ രാജനും അബ്ദുവും ഗോപാലേട്ടനും അവരാരൊക്കെ ഉണ്ടായിരുന്നു? ചന്ദ്രനും കൂട്ടരും. ചന്ദ്രൻ ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയൊക്കെ കുറവില്ലേ? സ്വല്പം കുറവുണ്ട് ഡോക്ടർ. നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിരിക്കേ. ഞാനില്ലേ, ഒരുത്തനും വെറുതെ വിടില്ല. നമുക്ക് കണക്ക് തീർക്കാം. എന്നാ പിന്നെ നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇതൊരു മുന്നറിയിപ്പ് ദിവാകര. തെമ്മാടിത്തരത്തിന് ഓരോന്നിനും എണ്ണി എണ്ണി ഞങ്ങൾ പകരം ചോദിക്കും. എണ്ണാനും എണ്ണിപ്പിക്കാനും ഒക്കെ ദിവാകരൻ കുറെ പഠിച്ചതാ, അത് നീ മറക്കണ്ട. നാ കേട്ടോ, നിന്റെ എണ്ണങ്ങളെല്ലാം പിഴച്ചു തുടങ്ങാൻ പോകുന്നു. എടോ ദിവാകര, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പിൽ കള്ള ബാലറ്റ് പേപ്പറുകൾ കൊണ്ട് നീയൊക്കെ കളിച്ചുകൊണ്ടാ ഞങ്ങൾക്ക് ബൂത്ത് പിടിച്ചെടുക്കേണ്ടി വന്നത്. ഓരോ നീക്കങ്ങൾക്കും തടയിടും ഞങ്ങൾ. ഇനി അതേ കാലവും നിന്റെ കളി നടക്കില്ല. ഞങ്ങൾ അതിന് അനുവദിക്കില്ല. ആർക്ക് വേണോടാ നിന്റെയൊക്കെ അനുവാദം? വേണ്ടി വരുമോടോ? ഇനി ഞങ്ങളുടെയൊക്കെ അനുവാദം വേണ്ടി വരും നിനക്ക്. ഓ, ഭരിക്കുന്നത് ഇപ്പൊ നിങ്ങളാണല്ലോ അല്ലേ? അതെ, അതുകൊണ്ട് ഇവനെയൊക്കെ ഈ കോലത്തിൽ തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ 4-5 ശരീരങ്ങൾക്ക് റീത്ത് വെക്കാനേ നിനക്കൊക്കെ കഴിയുമായിരുന്നുള്ളൂ. കണ്ണൂരിൽ റീത്തുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ മാത്രമല്ല, നിന്നെ കൊണ്ടും വെപ്പിക്കും. വെപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം നിന്റെ നെഞ്ചിലും വെക്കേണ്ടി വരും. അത് കാണാൻ നീ ബാക്കി ഉണ്ടാവില്ലെന്നുള്ള ഉറപ്പ് ഞാൻ തരാം. ദിവാകര, നിന്റെ കയ്യിൽ ഇറക്കുമതി ചെയ്ത വാടക കൊലയാളികളുടെ ബല ഉള്ളത്. എന്റേത് ഈ നാട്ടിലെ ഏറ്റവും വലിയ തൊഴിലാളി ജനങ്ങളുടെ പ്രസ്ഥാനമാണ്. ചത്തും കൊന്നും തന്നെയാണ് ഞങ്ങളത് പടച്ചുണ്ടാക്കിയത്. മറക്കണ്ട.